മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നാളെ കൂടിക്കാഴ്ച നടക്കും. കേരളത്തിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ധനമന്ത്രിയെ അറിയിക്കും. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. അദ്ദേഹം വരുന്നത് അത് അവർക്ക് സീമനോട് നേരിട്ട് കാണണം, സംസാരിക്കണം. അതൊക്കെ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമല്ലേ. ഈ ധനമന്ത്രാലയത്തിൽ നിന്ന് അറിയുന്നത് കൂടിക്കാഴ്ച നോർത്ത് ബ്ലോക്കിലായിരിക്കും ഉണ്ടാവുക. അതിനെനിക്ക് പറയാറില്ല. അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാവുന്ന കാര്യമല്ലേ പറയുന്നത്. ഇവിടെ നാളെ 9 മണിക്ക് വരും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ കൂടിക്കാഴ്ച സുപ്രധാനമാണല്ലോ, നിർണായകമായിരിക്കുമല്ലോ. കാരണം കേന്ദ്രത്തിന്റെ സാമ്പത്തിക സമീപനം, കേരളത്തോടുള്ള സാമ്പത്തിക സമീപനത്തെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടതാണ്. കോടതി കയറിയതാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം സംബന്ധിച്ച കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഫലവത്തായ ഒരു കൂടിക്കാഴ്ചയാണ് നാളെ ഡൽഹിയിൽ നടക്കാൻ സാധ്യതയുള്ളത്? ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക? എത്രത്തോളം നിർണായകമായിരിക്കും കേന്ദ്ര ധനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച? ജി.കെ, ഏറെ നിർണായകമാണ് നാളെ ഡൽഹിയിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നടത്തുന്ന ചർച്ചകൾ കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ കേരളം മുന്നോട്ട് വെച്ച നിരവധി ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ ഏറെ നിർണായകമാകും. വയനാടിനായി 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള നിരവധി വിഷയങ്ങൾ, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയത്തിന് മുന്നിൽ ഉണ്ട്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും നാളത്തെ കൂടിക്കാഴ്ച ഉണ്ടാകുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ഒപ്പം തന്നെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ്, കൂടാതെ ധനകാര്യ സെക്രട്ടറി എന്നിവർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നാളെ രാവിലെ 9 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ എത്തിയാകും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക എന്നുമാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും നടക്കുക എന്നാണ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് അറിയിച്ചിരിക്കുന്നത്. ഈ നിലവിലിപ്പോൾ ഡൽഹി കേരള ഹൗസിൽ ഗവർണറും താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതേസമയം ഈ കൂടിക്കാഴ്ച ധനമന്ത്രാലയത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ധനമന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ എന്നാൽ അത്തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ലെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി അറിയിക്കുന്നു. കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട് നാളത്തെ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരിക്കും. ഇക്കാര്യങ്ങളിലായിരിക്കും കേരളത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും തന്നെ ധനമന്ത്രിയെ മുഖ്യമന്ത്രി നേരിട്ട് ധരിപ്പിക്കുക. ആശാവർക്കർമാരുടെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബൽറാം, ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണ് എന്ന് പറയുമ്പോഴും, പ്രാതലിനോടൊപ്പമുള്ള ഒരു കൂടിക്കാഴ്ചയാണെന്ന് പറയുമ്പോഴും ഇതിന് സാങ്കത്യവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയുമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അത് ഒരു വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെയായിട്ടല്ലേ ഇത് മാറാൻ പോകുന്നത്? അതായത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സമീപനം സംബന്ധിച്ച് കേരളത്തിനുള്ള ആശങ്കകൾ ഏതൊക്കെയാണ്, ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്ന എന്താണ്, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു കൂടിക്കാഴ്ച, കേന്ദ്രത്തിൽ നിന്ന് ഒരു അനുകൂല സമീപനത്തിന് വേണ്ടിയുള്ള കേരളത്തിൻ്റെ ശ്രമം എന്ന നിലയിൽ വേണ്ടേ ഈ കൂടിക്കാഴ്ചയെ കാണാൻ? അതല്ലാതെ അതിനൊരു ഇൻഫോർമൽ സ്വഭാവമാണോ ഉള്ളത്? ജി.കെ, ഈ കൂടിക്കാഴ്ച എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. സമീപകാലത്തായി കേരളം ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ധനകാര്യ മന്ത്രാലയത്തിൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൻ്റെ നിരന്തരമായ ആവശ്യങ്ങളുണ്ട്. പല പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതങ്ങൾ വൈകുന്നു. ഒപ്പം തന്നെ വയനാടിനായുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന ആവശ്യത്തിൽ ബജറ്റിൽ ഉൾപ്പെടെ അനുകൂലമായ ഒരു പ്രതികരണം, സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിയമപോരാട്ടങ്ങൾ ഉൾപ്പെടെ ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലതവണ കേരളത്തിൽ നിന്നുള്ള എം.പിമാർ ആഭ്യന്തരമന്ത്രിയെ കണ്ട് അപേക്ഷ നൽകിയിരുന്നു, ധനമന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് ധനമന്ത്രിയെ കഴിഞ്ഞ 4 ദിവസം മുമ്പ് കണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് വീണ്ടും ഒരു ഓർമ്മ കുറിപ്പ് സമർപ്പിച്ചിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് ധനമന്ത്രി കേരള ഹൗസിൽ എത്തി മുഖ്യമന്ത്രിയെ കാണും എന്ന അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇൻഫോർമൽ എന്നുള്ള
പറയാനുള്ളത്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്ന നിലയിൽ ഇത് ഇൻഫോർമൽ ആണ് എങ്കിൽ പോലും ഗൗരവമുള്ള ചർച്ചകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉള്ളത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്രത്തിന് അനുകൂല സമീപനത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചന തന്നെയാണ് ധനമന്ത്രി ഇത്തരത്തിൽ കേരള ഹൗസിൽ എത്തി മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുന്നു എന്ന ഒരു സമീപനത്തിലൂടെ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഗവർണറുടെ ഇടപെടലും നിർണായകമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം കേരളം ധനമന്ത്രാലയത്തിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അദ്ദേഹം തേടിയിരുന്നു. ആ വിവരങ്ങൾ അദ്ദേഹത്തിന് കൂടി ലഭ്യമാക്കിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ കൂടി ഇടപെടൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ അനുകൂലമായ ഒരു തീരുമാനം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ വേദി ഏത് എന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കേരള ഹൗസിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ധനമന്ത്രാലയം ഇത് നോർത്ത് ബ്ലോക്കിലെ ധനമന്ത്രാലയത്തിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. GK. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.